നിലപാട് ഘടിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സർക്കാരിന്റെ പ്രധാനമെന്നും ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമായി സൗജന്യം കൊടുക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സമയം അവർ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയായ നടപടിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊല്ലത്ത് ഇരുമ്പ് കമ്പി തലയിൽ വീണ് അപകടം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നാണ് അപകടമുണ്ടായത്. പരിക്കേറ്റത് നീരാവിൽ സ്വദേശി സുധീഷിനും വട്ടിയൂർ മൈനാപ്പള്ളി സ്വദേശി ആശാലത എന്നിവർക്കാണ്. ഇന്ന് 10 മണിയോടെയായിരുന്നു സംഭവം. കായിക മന്ത്രി അബ്ദുറഹിമാന്റെ സ്റ്റാഫ് അംഗം മരിച്ച നിലയിൽ. വയനാട് സ്വദേശി ബിജുവാണ് മരിച്ചത്. തിരുവനന്തപുരം നളന്ദ NGO ക്വാർട്ടേഴ്സിൽ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിതാവിന് വെടിയേറ്റ് ടെന്നീസ് താരം രാധിക യാദവിന് ദാരുണാന്ത്യം. സംഭവത്തിൽ പ്രതിയും പിതാവുമായ ദീപക് യാദവ് കുറ്റസമ്മതം വഴി പുറത്ത്. മകളുടെ വരുമാനം കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞത് തനിക്ക് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നെന്നും തന്റെ അഭിമാനത്തെ അത് മുറിവേൽപ്പിച്ചുവെന്നുമാണ് ദീപക് യാദവ് പോലീസിനോട് പറഞ്ഞത്. സംസ്ഥാനത്ത് വീണ്ടും മഴ. ഇന്നും നാളെയും 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത.